അപ്പോൾ സോപ്പ് സ്റ്റുഡിയോ അടിപൊളി വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാതള നാരങ്ങയുടെ ഓയിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ, ആ ഓയിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഗ്ലിസറിൻ്റെ ബേസിൽ എങ്ങനെയാണ് സോപ്പ് സെറ്റ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1 കിലോ ബേസിലേക്ക് നമ്മൾ എത്ര ചേർക്കണമെന്ന് നിങ്ങൾക്കറിയാലോ, 50 ഗ്രാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് 1/2 കിലോയിലാണ്. അപ്പോൾ 25 മില്ലിയാണ് നമ്മൾ ചേർക്കുക. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് 25 മില്ലിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്ലിസറിൻ്റെ ബേസ്, അതേപോലെ നല്ല കട്ടിയുള്ള ബേസ്, സൾഫേറ്റ് ഫ്രീ പാരബൻ ഫ്രീ ആയിട്ടുള്ള ബേസ് ആർക്കെങ്കിലും നിങ്ങളുടെ അവിടെ കിട്ടണമെങ്കിൽ നല്ല ബേസുകൾ കിട്ടണില്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അതേപോലെ അതിൻ്റെ ഫ്രാഗ്രൻസ്, കളറുകൾ, അതുപോലെ അതിൻ്റെ മോൾഡുകൾ, ഉണ്ടാക്കാനുള്ള മോൾഡുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ കിട്ടണില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കുറേ ആൾക്കാരൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കാണുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമ്മൾ ബേസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1/2 കിലോ ബേസ് എടുത്തിട്ടുണ്ട്. ഇവിടെ കട്ടിയുള്ള ബേസ് വേണ്ട, അതാണ് നമുക്ക് ഞാൻ കട്ട് ചെയ്ത് വരെ കാണിച്ചു തരുന്ന സാധനം. ഇവിടെ ബേസിൻ്റെ ക്വാളിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലവരൊക്കെ പറയുന്നുണ്ട് ബേസൊക്കെ അവർ ഓരോ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കൈ മൊട്ടി പിടിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബേസൊന്നും നമ്മൾ കൈ മൊട്ടി പിടിക്കില്ല കേട്ടോ. നല്ല കട്ടുള്ള പൈസ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഞാൻ നാളെ കാണിച്ചത് നിങ്ങൾക്ക്. നമ്മുടെ കൈമൊന്നും ഒട്ടി പിടിക്കില്ല, നല്ല പൈസ. ഓക്കെ, അത് ഇടുമ്പോൾ എന്നെ ഒച്ച കെട്ടില്ല നിങ്ങൾ. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ഉപയോഗിച്ചിട്ട് മെൽറ്റ് ചെയ്യാം. മോൾഡൊക്കെ അടുത്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ സമയത്ത് ഓടി നടക്കരുത്. ഓക്കെ, ഇനി അത് മെൽറ്റായിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മുടെ ബേസൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്ലിയർ ബേസാണ്. ഇനി നമുക്കായിരിക്കും നമ്മുടെ മാതള നാരങ്ങയുടെ ഓയിൽ ചേർക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണാം. അപ്പോൾ മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് മാതള നാരങ്ങയുടെ ഓയിൽ ഉണ്ടാക്കണേന്ന്. 15 മില്ലിയുടെ ടീസ്പൂണാട്ടോ നമ്മൾ എടുത്തത്. അപ്പോൾ 1/2 കിലോയ്ക്ക് നമുക്ക് 25 മില്ലി വേണ്ടത്. 15 മില്ലി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മില്ലി കൂടി തോയ്ക്കുക. അപ്പോൾ നമ്മൾ 20 മില്ലി നമ്മൾ എന്ത് വെച്ചു, നമ്മുടെ മാതള നാരങ്ങയുടെ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കായിരിക്കും നമ്മുടെ റോസ് വാട്ടർ ചേർക്കാം, 5 മില്ലി. അപ്പോൾ 25 മില്ലി മൊത്തം നമ്മൾ ചേർത്തുണ്ട്. നമ്മുടെ വൈറ്റമിൻ ഇ അതൊരു 3 ഡ്രോപ്സ് ചേർത്തോ. 2.5 ചേർക്കാൻ പറ്റും, അതുകൊണ്ട് 3 ചേർക്കണം കേട്ടോ. ഇനി നമുക്കായിരിക്കും ഫ്രാഗ്രൻസ് ആണ് വേണ്ടത്. ഫ്രാഗ്രൻസ് ചേർക്കണമെങ്കിൽ മുന്നേ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് ഇറക്കി വയ്ക്കുക. എന്നിട്ടൊന്ന് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കളർ വേണമെങ്കിൽ നമുക്ക് കളർ ചേർക്കാം കേട്ടോ. ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. 4 ഡ്രോപ്പ് ചേർത്തുണ്ട്. ഇനി നമുക്കായിരിക്കും ഫ്രാഗ്രൻസ് ചേർക്കാം. ഫ്രാഗ്രൻസ് നമുക്ക് എത്ര വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മില്ലി. എന്നിട്ട് ടീസ്പൂണുള്ളപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് ചേർക്കാം. ഇതിൽ കറക്റ്റ് ഒരു ടീസ്പൂൺ ചേർത്താൽ മതിട്ടാ. നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലും ചേർക്കും. ഇത് നന്നായി മിക്സ് ചെയ്യുക. കണ്ടില്ലേ, നല്ല ക്ലിയറാണ് ബേസ്. ഉണ്ടാ മോഡ് കഴുകിയിട്ട് അതിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. അഞ്ച് സോപ്പിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ട് കേട്ടോ. ഇനി നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം, എന്നിട്ട് കാണാം. ഓക്കെ, അപ്പോഴേ നമ്മുടെ മാതളത്തിൻ്റെ സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ മാതള നാരങ്ങ എന്ന് പറയാം, നിങ്ങളുടെ അവിടെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും എന്തൊക്കെ കമൻറ്റിലിട്ടാൽ മതി എന്താ നിങ്ങളുടെ അവിടെ പറയാൻ. ഇതാണ് നമ്മുടെ മാതള നാരങ്ങയുടെ സോപ്പ് ഇട്ട് നല്ല കട്ടിയായിട്ട് കണ്ട, നല്ല ഉറച്ചു കണ്ട, ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അടിപൊളി സോപ്പാണ്. അപ്പോൾ ഇത് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് വീട്ടിലിരുന്നിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വരുമാനമായി. അടുത്തുള്ള ആൾക്കാർക്കും നമ്മുടെ കൂട്ടുകാരന്മാർക്കോ കടകളിലൊക്കെ വെച്ച് സെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ മാതള നാരങ്ങയുടെ സോപ്പ് ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ നമുക്ക് കോൾ ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ കോൾ ചെയ്തോ. കാലത്തൊരു 7 മണി to 8:30 വരെയൊക്കെ കോൾ ചെയ്തോ കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കും. ബാക്കിയുള്ള സമയത്ത് കോൾ ചെയ്ത് ഞാൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്
അറിയിക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.